പ്രമുഖരെ മുൻനിർത്തി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന റോഡ് ഷോ ഉടൻ ആരംഭിക്കാൻ പോകും. അതോടൊപ്പം തന്നെ PV അൻവറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നമ്മുടെ ഇന്ത്യൻ താരം, ക്രിക്കറ്റ് താരം യൂസഫ് പട്ടാൻ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. രാഗൻ ചേരുന്നുണ്ട്. ആദ്യം രാഗൻ, നേരത്തെയൊക്കെ മാറ്റിവെച്ച റോഡ് ഷോയാണ് ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വയനാട് MP പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എത്രത്തോളം ആവേശമുണ്ട്? മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന കാഴ്ചയാണോ ഉള്ളത്? മഴ ഇപ്പോഴുമുണ്ട്. മഴയത്തും ചോരാത്ത ആവേശവുമായി UDF പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മൂത്തേടം പഞ്ചായത്തിലെ കാരപ്പുറത്ത് നിന്നാണ് പ്രിയങ്കയുടെ റോഡ് ഷോ ആരംഭിക്കുക. ഇപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വരാനുള്ള താമസം മാത്രം. എത്രത്തോളം പ്രതീക്ഷയിലാണ് നിങ്ങൾ? നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ആര്യാടൻ മുഹമ്മദ് വാങ്ങിയതിനേക്കാൾ വോട്ട് ആര്യാടൻ ഷൗക്കത്ത് വാങ്ങിയിട്ട് ചരിത്രത്തിലെ മാറ്റിത്തിരുത്തിയ ഒരു ഭൂരിപക്ഷം ഷൗക്കത്ത് കരസ്ഥമാക്കി. ഇങ്ങനൊരു ഇലക്ഷന് വേണ്ടിയാ കാത്തിരുന്നത്. 9 വർഷം കാത്തിരുന്ന് ഞങ്ങൾ മന്ത്രിനെ അല്ല വെട്ടുക, രാജാവിനെ വെട്ടിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത്. അതായത് മുഖ്യമന്ത്രിനെ ഉള്ള പ്രതികാരമാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന ഓരോ കാര്യം. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ 65,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രിയങ്കയ്ക്ക്. അത്രയൊന്നും എത്തില്ല. ഒരു 30,000-ന്റെ മേലെ ഞങ്ങളുണ്ടല്ലോ പിടിച്ചിരിക്കും ഭൂരിപക്ഷം. അതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രിയങ്കന്റെ വോട്ട് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിലമ്പൂർ നിയോജക മണ്ഡലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഭരണവിരുദ്ധ വികാരങ്ങൾ മൊത്തം മനുഷ്യന്മാരെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിന്റെ വോട്ട് ഇന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കാണാൻ 18-ാം തീയതി 23-ാം തീയതി ഞങ്ങളുണ്ടല്ലോ മറുപടി നിങ്ങൾക്ക് എന്താ മറുപടി തന്നിരിക്കും. 9 വർഷം ശേഷമുള്ള സ്വരാജ് ഈ നാട്ടുകാരനാണെങ്കിലും സ്വരാജ് പോലെ പാർട്ടി പരിപാടിക്ക് മാത്രം ഇവിടെ ക്യാപ്റ്റനായാണ് മുന്നിൽ നടക്കാൻ കിട്ടുള്ളൂ. ഒരു വീടുകളിൽ കയറുക കാര്യങ്ങളോ ഒന്നുമില്ല. പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശവുമായി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഒരു സ്റ്റാർ സൺഡേ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കൊട്ടിക്കലാശം ചൊവ്വാഴ്ചയാണെങ്കിലും വലിയ ആവേശമാണ്. അവരെന്നെ പറയുന്നുണ്ട് പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഒന്നും കിട്ടില്ല, പക്ഷെ എന്നാലും ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ട് രാജാവിനെ വെട്ടിക്കൊണ്ട് എന്നുള്ള വലിയ വലിയ വെല്ലുവിളികളാണ്. മഴയൊന്നും വീശുന്നതേയില്ല. അതൊക്കെ തന്നെ മറ്റൊരു ആവേശമായി തന്നെ അവർ കാണുകയാണ്. പ്രിയങ്ക കൂടി എത്തുമ്പോൾ അങ്ങനെ ആവേശം 10 മടങ്ങ് വർദ്ധിക്കുന്നത്.